RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ DGPയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ അജിത് കുമാർ എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. RSS നേതാക്കളെ കണ്ടത് എന്തിനെന്ന ചോദ്യത്തിന് താൻ കാണാറുണ്ട് എന്നത് മാത്രമായിരുന്നു ADGPയുടെ വിശദീകരണം. ഔദ്യോഗിക വാഹനം എന്തിനൊഴിവാക്കി എന്ന DGPയുടെ ചോദ്യത്തിനും ADGPക്ക് മറുപടിയില്ല. പോലീസ് ആസ്ഥാനത്തെത്തി RSS നേതാക്കൾ ADGPയെ കാണാറുണ്ടെന്ന് മറ്റുദ്യോഗസ്ഥരും മൊഴി നൽകിയിട്ടുണ്ട്. അജിത് കുമാറിനെതിരായ മാമി തിരോധാന കേസടക്കമുള്ള PV അൻവറിന്റെ ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് കാട്ടിയായിരിക്കും റിപ്പോർട്ട് നൽകുക. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്. സംഭവബഹുലമായൊരു വാർത്താദിനമാണ്. നിയമസഭാ സമ്മേളനമുണ്ട്. അവിടെ ഇന്നൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ചരമോപചാരം അർപ്പിച്ച് പിരിയുകയായിരിക്കും. പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്നത് ADGPയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കൈകളിലെത്തുമ്പോൾ ഇന്നു തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ, അതല്ല റിപ്പോർട്ട് കയ്യിൽ കിട്ടി ഒന്ന് പഠിച്ചതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനമുണ്ടാകുമോ എന്നതായിരിക്കും. എന്തായാലും റിപ്പോർട്ടിൽ ADGPക്ക് ആശ്വസിക്കാൻ പറ്റുന്നതായിട്ടൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഗുരുതരമായ കാര്യങ്ങൾ ഉണ്ട് താനും റിപ്പോർട്ടിൽ. പ്രത്യേകിച്ച് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തൃപ്തികരമായി വിശദീകരിക്കാൻ ADGPക്ക് സാധിച്ചിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? TV പ്രസാദ്. വെരി ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ ADGPക്കെതിരായ ഗുരുതര പരാമർശങ്ങൾ DGP ഇന്ന് സർക്കാരിന് കൈമാറുന്ന റിപ്പോർട്ടിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ ADGPക്ക് എതിരായ ഒരു നടപടി ഉണ്ടെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമ്പോൾ അത് PV അൻവറിൻ്റെ ചെലവിൽ വേണ്ട എന്ന ഒരു രീതി നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് റിപ്പോർട്ടിലും സംഭവിച്ചത്. അതായത് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ കാര്യമായ തെളിവുകളൊന്നും DGPക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൻ്റെ രത്നച്ചുരുക്കം. പക്ഷേ അതോടൊപ്പം തന്നെ ADGP RSS നേതാക്കളെ കണ്ടത് ഗുരുതരമായ വീഴ്ചയാണെന്നും അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ ADGP MR അജിത് കുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളതുമാണ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം. ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ RSS നേതാക്കളെ കണ്ടത് എന്തിനെന്ന് വിശദീകരിക്കാൻ കഴിയാതിരുന്നത് സ്വാഭാവികമായി അതൊരു വലിയ വീഴ്ച തന്നെയാണ്. പോലീസ് സേനയിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയല്ല എന്നുള്ളതാണ് റിപ്പോർട്ടിലെ ആകെയുള്ള കണ്ടന്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള ഒരു കാരണമായി ഈ റിപ്പോർട്ട് മതിയാകും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ പോയിന്റ്. ഇന്ന് DGP സർക്കാരിന് സമർപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആ റിപ്പോർട്ട് എത്തുന്നു. സ്വാഭാവികമായി CPIക്ക് കൊടുത്ത ഉറപ്പ് ഇന്ന് തന്നെ പാലിക്കുമോ, അതല്ല നിയമസഭാ സമ്മേളനം സജീവമായി തുടങ്ങുന്ന 7-ാം തീയതി ഇന്ന് അരുൺ പറഞ്ഞതുപോലെ ചരമോപചാരം അർപ്പിച്ച് പിരിയുന്നത് കൊണ്ട് തന്നെ മറ്റ് ചർച്ചകളിലേക്ക് നിയമസഭ കടക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാലും ഇല്ലെങ്കിലും അത് വലിയ ചലനം നിയമസഭയിൽ ഉണ്ടാക്കുകയുമില്ല. പക്ഷേ 7-ാം തീയതിക്ക് മുമ്പ് ഉറപ്പായും ADGP MR അജിത് കുമാറിനെ മാറ്റാനുള്ള തരത്തിലുള്ള ഒരു തെറ്റ് ADGPക്ക് സംഭവിച്ചു എന്നുള്ളത് DGPയുടെ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ പാർട്ടിയുടെ യോഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞതനുസരിച്ച് ഉറപ്പ് കിട്ടിയിരുന്നു ADGPയെ മാറ്റും എന്നുള്ളത്. റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി എന്നാണ് ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിയമസഭാ സമ്മേളനം സജീവമായി തുടങ്ങുന്ന 7-ാം തീയതിക്ക് മുമ്പോ അതല്ലെങ്കിൽ ഇന്നോ തന്നെയോ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്നുള്ളതാണ്. റിപ്പോർട്ടിലെ കണ്ടന്റിലേക്ക് വന്നാൽ അരുൺ, ഏറ്റവും ഗുരുതരമായ തെറ്റായി DGP അതിൽ പറയുന്നത് ADGP ക്രമസമാധാന ചുമതല വഹിക്കുന്ന MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് കണ്ടിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു മറുപടി. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന് ചോദിച്ച സമയത്ത് താൻ കാണാറുണ്ട് ചിലപ്പോൾ എന്നായിരുന്നു മറുപടി. എങ്കിൽ എന്തിന് ഔദ്യോഗിക വാഹനം ഒഴിവാക്കിപ്പോയി കണ്ടു എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ ADGPക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു ഗുരുതരമായ കാര്യമുള്ളത് ADGP MR അജിത് കുമാറിൽ നിന്ന് മാത്രമല്ല DGP മൊഴിയെടുത്തത്. പോലീസ് ആസ്ഥാനത്തെ മറ്റ് IPS ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദമായ മൊഴി തേടിയിരുന്നു. അതിൽ ഒരു നിർണായക മൊഴിയായിട്ട് ഉള്ളത് ഒരു RSS നേതാവ് പതിവായി പോലീസ് ആസ്ഥാനം സന്ദർശിക്കാറുണ്ട്. അങ്ങനെ സന്ദർശിക്കാൻ ഈ RSS നേതാവ് എത്തുമ്പോൾ മുറിയിലുള്ള മറ്റ് IPS നേതാക്കളെ പുറത്തേക്ക് വിടുകയാണ് രീതിയെന്ന് ഈ IPS ഉദ്യോഗസ്ഥർ പറയുന്നു. അത്
ജയിലിലുള്ള RSS നേതാക്കളുടെ പരോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്നാണ് ഈ IPS ഉദ്യോഗസ്ഥർ DGPക്ക് കൊടുത്ത മൊഴി. അക്കാര്യത്തിലും ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ADGPക്കെതിരായ പരാമർശം ഉള്ളത് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടല്ല, പകരം RSS നേതാക്കളെ കണ്ടതിൽ കൃത്യമായ വിശദീകരണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ ഉയർത്തിയ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിലും മാമി തിരോധന കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കൃത്യമായ തെളിവുകളൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അരുൺ നമ്മൾ മനസ്സിലാക്കുന്ന DGPയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അരുൺകുമാർ. അടുത്തിടെ ADGP വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ശത്രുസംഹാര പൂജയൊക്കെ കഴിപ്പിച്ചിരുന്നു. കാര്യമായിട്ട് ഏറ്റില്ല എന്നാണ് തോന്നുന്നത്. റിപ്പോർട്ടിൽ എന്തായാലും ADGPക്കെതിരെ ചില പരാമർശങ്ങളുണ്ട്, പ്രത്യേകിച്ച് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച. ഇതിനിടയിലാണ് വത്സൻ തില്ലങ്കേരി തന്നെ സമ്മതിച്ചു താൻ ADGPയുമായി വയനാട്ടിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്. അത് സേവാഭാരതി ആംബുലൻസുമായി ബന്ധപ്പെട്ട് അത് ഈ ദുരന്തബാധിത മേഖലയിൽ വരുന്നത് സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസവും ആശങ്കയും ഉണ്ടായിരുന്നു. അക്കാര്യം പരിഹരിക്കാൻ വേണ്ടിയാണ് വത്സൻ തില്ലങ്കേരി ADGPയെ കണ്ടതെന്നാണ്. വത്സൻ തില്ലങ്കരിക്കൊക്കെ ADGP ഇത്ര ആക്സസ് ആയി മാറുന്നതേ നമുക്കിങ്ങനെ വെറുതെ സംശയിക്കാം. പക്ഷേ റിപ്പോർട്ടിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ ഇവരുടെ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. ചിലരെങ്കിലും RSS നേതാക്കളുമായി അടുത്ത സൗഹൃദവും ബന്ധവും ഒക്കെ സൂക്ഷിക്കുന്നവരാണ് എന്നാണ്. എന്തായാലും ആ റിപ്പോർട്ടിന്മേൽ രാഷ്ട്രീയമായൊരു തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. എന്തായാലും റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നടപടി എന്ന് പറയുന്നു.